പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. അതായത് അയാൾ പറഞ്ഞെങ്ങനെയാണ്, ഈ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പുള്ളിയോട് സംസാരിക്കുകയാണ്. അതായത് അയാൾ കുറച്ച് മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ മദ്യപിക്കുന്ന ആളായതുകൊണ്ട് പുള്ളിയോട് ഇങ്ങനെ പറയുവാണ്, മദ്യപാനമൊക്കെ നിർത്തണം, ഈശോയുടെ കുഞ്ഞാവണം, നമുക്കിങ്ങനെ വിശുദ്ധനായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം എന്നെ ചോദിച്ചു, ഞാൻ മദ്യപാനം നടത്തണം എന്ന് പറയാൻ കാര്യം എന്താണ്? പറഞ്ഞു, നമ്മളിങ്ങനെ ഈശോയുടെ നമുക്കിങ്ങനെ സ്വർഗത്തിലൊക്കെ പോകണ്ടേ, നമുക്ക് ഇങ്ങനെ ആവണ്ടേ, ഈശോയുടെ കൂടെ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞു, ഈ ദുശീലങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ലെന്ന് പറയാൻ നിങ്ങളാരാണ്? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. കാരണം കർത്താവ് സ്നേഹസമ്പന്നനാണ്, അവിടുന്ന് കരുണാമയനാണ്, അവിടുന്ന് ശക്തമായി സ്നേഹിക്കുന്നു. അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ശിക്ഷിക്കുന്നതല്ല ഈശോ. അങ്ങനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഈശോ സ്നേഹമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ഇദ്ദേഹം, ശരിയാണല്ലോ, കർത്താവ് സ്നേഹമാണല്ലോ, കർത്താവ് അങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയൊക്കെ തിരിച്ചുപോയി. ഇതിനകത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വചനങ്ങളുടെ ഒരു പാർട്ട് മാത്രം നമുക്കറിയത്തുള്ളൂ. ഈശോ സ്നേഹമാണോ? ഈശോ സ്നേഹമാണ്. ഈശോ കരുണയാണോ? ഈശോ കരുണയാണ്. നമ്മൾ എത്രമാത്രം പാപം ചെയ്താലും കർത്താവ് അത് ക്ഷമിക്കുമോ? കർത്താവ് അത് ക്ഷമിക്കും. ഇതെല്ലാം ശരിയാണ്. വചനം പറയുന്നു, അവിടെ നീതിമാന്മാരെ തേടിയല്ല വന്നിരിക്കുന്നത്, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈശോ എല്ലാം ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, ഈശോ സ്നേഹമാണെങ്കിൽ, ഈശോ കരുണയാണെങ്കിൽ, ഈശോ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസാന്തരമാണ്. നമ്മുടെ മാനസാന്തരം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. മാനസാന്തരം. അല്ലാതെ നമ്മളിങ്ങനെ എന്ത് പാപം ചെയ്താലും എൻ്റെ ഈശോ എന്നെ അങ്ങോട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും, എൻ്റെ ഈശോ അതെന്നെ കൊണ്ടുപോകും എന്ന് വിചാരിക്കരുത്. കാരണം ഭൂമിയിൽ കർത്താവ് സ്നേഹമാണ്. നമ്മൾ ഭൂമിയിലായിരിക്കുന്ന സമയങ്ങളിൽ ഈശോ സ്നേഹമാണ്. ഈശോയുടെ കരുണയുടെ സമയങ്ങളാണ്. ഈശോയുടെ കരുണ ഇങ്ങനെ എല്ലാവരിലേക്ക് ഈശോയുടെ കരുണ എത്തുന്ന സമയമാണ്. എല്ലാവരും ഈശോയുടെ കരുണ അറിയണം, ഈശോയിലേക്ക് തിരിച്ചു വരണം എന്നിങ്ങനെ ആഗ്രഹിക്കപ്പെടുന്ന സമയം അത്. പക്ഷേ ഇത് കഴിഞ്ഞൊരു സ്റ്റോപ്പുണ്ട്. ഈശോയുടെ നീതിയുടെ സമയമുണ്ട്. നീതിയുടെ സമയം വരുമ്പോൾ ഇതൊന്നും നോക്കത്തില്ല. അവിടുന്ന് പ്രവൃത്തിക്കൊത്ത പ്രതിഫലം തരും. ഇത് നമ്മുടെ തലയിൽ ഈ കാര്യം ഉറച്ചു വെക്കണം. അവിടുന്ന് നീതിമാനാണ്. ഇപ്പോൾ ഈ സ്നേഹം കഴിയുമ്പോൾ ഇതിൻ്റെ നമ്മുടെ അന്ത്യവിധിയുടെ സമയത്ത് ഈശോ നീതിമാനാണ്. വചനം റോമ 2:4, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്ന് നീ അറിയുന്നില്ലേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. ഈശോയുടെ കരുണയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ അനുതാപമാണ്. നമ്മുടെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. റോമ 2:5, എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ദൈവത്തിന് ഈ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ അനുതാപരഹിതവും കഠിനവുമായ ഹൃദയ നിമിത്തം നീ ക്രോധം സംഭരിച്ചു വെക്കുവാണ്. എനിക്ക് അനുതാപമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് ഈശോ സ്നേഹമാണ് കരുണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ക്രോധം നമ്മളെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോമ 2:6, ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. എന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. അപ്പോൾ ഈശോ നമ്മുടെ പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകും. ഗലാത്യ 6:8, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നമ്മൾ ഭൂമിയിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാണെങ്കിൽ ജഡത്തിൽ നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. റോമ 8:6, ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കത്തില്ല. അപ്പം ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ ഇതൊന്നും അറിയാത്ത പോലെ പെരുമാറരുത്. ഈശോ സ്നേഹമാണോ? പക്ഷേ സ്നേഹമാണ് ഇത് യൂണിവേഴ്സലൈസേഷൻ കൺസെപ്റ്റ് എടുക്കും. യൂണിവേഴ്സലൈസേഷൻ, എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് തെറ്റാണത്. എന്ത് പാപം? ഈശോ എന്തിനാണ് മരിച്ചേ? ഈശോ മരിച്ചത് നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിക്കാനും വിശുദ്ധരാകുവാനും വേണ്ടിയാണ് ഈശോ മരിച്ചത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാനിങ്ങനെ പാപം ചെയ്തിട്ട് പറയുക എൻ്റെ ഈശോ എന്നെ മനസ്സിലാക്കും. ഈശോ മനസ്സിലാക്കും, ഈശോ ക്ഷമിക്കും. എന്നത്തിന് വേണ്ടിയാണ്? എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് ഇങ്ങനെ ഓരോന്നും ഇതൊന്നും കാര്യമാക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരോട് വചനം പറയുന്നത് പ്രഭാഷകൻ 5:5, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്, അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്, അവിടുന്ന് തന്നെ എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും.
എൻ്റെ എണ്ണമറ്റതാവൻ അവിടുന്ന് ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിൻ്റെ കയ്യിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. പ്രഭാഷകൻ 5:7 കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളിലുണ്ടാവണേ. ഈശോ എൻ്റെ എല്ലാ പാപങ്ങളും അങ്ങോട്ട് ക്ഷമിക്കും. ഈശോ എല്ലാം ക്ഷമിക്കും. ലക്ഷ്യം നമ്മുടെ മാനസാന്തരമാണ്. അപ്പം ഒരു കാരണവശാലും നമുക്കിങ്ങനെ ഇങ്ങനൊരു ചിന്ത വരുമ്പോഴേ ഈ വചനങ്ങളൊക്കെ ഉള്ളിൽ പ്രഭാഷകൻ 5 വരണം, ഉള്ളിൽ റോമാ 2:4 വരണം, പ്രഭാഷകൻ 5:5 വരണം. അത് വരുമ്പോഴേക്കും നമുക്കിങ്ങനെ കൃത്യമായിട്ടേ യൂണിവേഴ്സേഷൻ അതൊക്കെ അങ്ങ് മാറും. ഈ ഒരു ദൈവസ്നേഹം, എല്ലാം സ്നേഹം അതങ്ങ് മാറണം. അപ്പം ഈ ഒരു കാര്യം നമ്മളെ നയിക്കട്ടെ. ഗലാത്തി ഒറ്റ വചനങ്ങൾ പറയാം. ഗലാത്തി 6:7 നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല, മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും. വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല, മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും. ഇത് കർത്താവ് ക്രോധമായാണ് സംഭവിക്കുന്ന കാര്യമാണോ? ഒരു വളരെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാധനം ഞാൻ പറയാം, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അതായത് നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പള്ളിയിൽ ഇങ്ങനെ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ഭയങ്കരമായ പാപം ചെയ്തിട്ട് എനിക്കിങ്ങനെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ കുർബാനയിൽ ഈശോയെ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുമോ? കുർബാന ശ്രദ്ധിക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയെങ്കിലും ഈ കുർബാന ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഭയങ്കര പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പറ്റൂ. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഇങ്ങനെ ഞാൻ വിധിയുടെ സമയത്ത് ഈശോ ഭയങ്കര വിശുദ്ധനായ ഈശോ, പരിശുദ്ധിയോടെ ഈശോ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പാപവും ഈ ഭാവചിന്തകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് ഈശോൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹമായ പരിശുദ്ധിയായ ഈശോയെ കാണുമ്പോൾ ഞാനത് എനിക്ക് പറ്റത്തില്ല. ഞാൻ തെറിച്ച് നരകത്തിലേക്ക് പോകും, തെറിച്ച് വീണു പോകും. അതാണ് അത് മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ കാര്യമേ. നമ്മൾ ഈ മാറ്റപ്പെടേണ്ട സമയങ്ങളായി. ഇത് പേടിച്ചോ, ഈശോയെ പേടിച്ചോ ഒന്നുമല്ല. ഈശോയെ പേടിച്ചോ നരകത്തിലേക്ക് പോകുമെന്നോ ഭയന്നോ ഇതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല മാനസാന്തരപ്പെടണേ. മാനസാന്തരം ഉണ്ടാവേണ്ടത് ഈ സ്നേഹത്തിൽ നിന്നാണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കണേ, ഈ ഭൂമിയിൽ ഒരാൾ പാപം ചെയ്താൽ അവൻ ഒരിക്കലും ഈശോയുടെ റൂട്ടിലല്ല. അവൻ ഈശോയുടെ റൂട്ടിലല്ല. പാപം ചെയ്താൽ അവൻ ഈശോയുടെ റൂട്ടിലല്ല. അപ്പം പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിങ്ങനെ ഈശോയുടെ കൂടെ നടന്ന വചനം പറയുന്ന കാര്യമുണ്ട്. ജെറമ്യ 1:5 അമ്മയുടെ ഉദരത്തിരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അപ്പം ഈശോ എഫെസസ് 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു. ഈശോ നമ്മളെ വിശുദ്ധരാകാൻ തിരഞ്ഞെടുത്തതാണ്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. സങ്കീർത്തനം 4:7 ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെ സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം അവിടെ നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനുണ്ടാകുന്ന ഏറെ ആനന്ദം ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. എപ്പോഴാണ്? ഈശോയെ നമ്മൾ അറിഞ്ഞ് ഈശോയെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ. സോ നമുക്ക് തീരുമാനമെടുക്കാം. ഈശോയുടെ സ്നേഹത്തിലേക്ക് ഇങ്ങനെ നിറയാൻ വേണ്ടി തീരുമാനം, ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുക്കാം. ഈ പറയുന്ന എക്സ്ക്യൂസസ് നമുക്ക് മാറ്റിക്കളയാം. ഈശോയെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കാം. മാനസാന്തരം ഉണ്ടാവട്ടെ. ആമേൻ.